പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്ക് അല്പസമയം ദൈവവചനം ധ്യാനിക്കാം. അത് നമ്മൾക്ക് ജീവന് ബലമാണ്, അത് നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. ഓരോ ദിവസവും നമ്മളെ അത് ബലപ്പെടുത്തും. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലെ, അവരുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് 40 വർഷത്തെ മരുഭൂമിയിലൂടെയുള്ള യാത്ര. ഇസ്രായേൽ ജനം, ആ മാപ്പ് കാണിക്കണം മോളെ. ഇസ്രായേൽ ജനം ഈജിപ്റ്റ് എന്ന് പറയുന്ന മിസ്രൈം, അന്നത്തെ ആ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ 400 വർഷം അടിമകളായിരുന്നു. നമുക്കിന്നറിയാം അല്ലേ, ഇസ്രായേൽ എത്ര ഒരു രാജ്യമായിട്ട് ഇന്ന് നിലനിൽക്കുന്നു. അവരുടെ ആ തുടക്കമാണ് ആ പറയുന്നത്. ആ ഒരു ജനത എന്ന് പറയുന്നത് മിസ്രൈമിൽ അടിമകളായിരുന്നു 400 years. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈജിപ്റ്റ് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് 400 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഒരു മനുഷ്യനെ അയക്കുകയാണ് ലീഡറായിട്ട്, മോശ അവരെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ദൈവം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പാലും തേനും ഒഴുകുന്ന നാട്ടിലോട്ട് അവർ യാത്ര പുറപ്പെടുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈജിപ്റ്റ്, ഇവിടുന്ന് ഇവരുടെ യാത്ര ടു കനാൻ അവിടെ കാണുന്നത്. സോ ഈ 40 വർഷം ഇവരുടെ മരുഭൂമി യാത്ര എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ കാണാൻ പറ്റുന്ന സിനായ് പെനിൻസുലയാണ്. നമ്മൾ സിനായ് മരുഭൂമി എന്നൊക്കെ പറയുന്നത് സിനായ് പെനിൻസുല. സോ ഈ പ്രദേശത്ത് തന്നെ നമ്മൾ മറ്റൊരു പേരും പറയാറുണ്ട്, വിൽഡർനെസ്. സീനായി, സീൻ, അതുപോലെ പാരാൻ, അങ്ങനെ പല വിൽഡർനെസ് ഏരിയാസും ഉണ്ട്. ഈ 40 വർഷം അവരിവിടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഈ യാത്ര ഇത്രയും സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഏതാനും ആഴ്ചകൾ കൊണ്ട് എത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരുടെ യാത്ര അത്രയും സമയം എടുത്തതും നമുക്കറിയാം. ഇനിയും നമ്മൾ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതൽ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, ചെങ്കടലിൻ്റെ മുമ്പിൽ അവർ വന്നപ്പോൾ തീർച്ചയായിട്ടും വലിയ അത്ഭുതമായിരുന്നു. ചെങ്കടൽ പിളർന്ന് അവർ നടന്നു എന്നുള്ളത്. ഇനി ഞാൻ നിങ്ങളോട് ഒന്ന് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. 40 വർഷം ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സിനായ് ആ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തത്, അതൊരു അത്ഭുതമായിരുന്നു. അവർ സർവൈവ് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ലക്ഷക്കണക്കിന് ആൾക്കാർ വേണം അല്ലേ? കാരണം ഇവർ ആ യാത്ര ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത് പച്ചപ്പ് നിറഞ്ഞ പ്രദേശമല്ല. ഓക്കെ, ആ പ്രദേശങ്ങളെ എബ്രായ ഭാഷയിൽ മിദ്ബാർ എന്നാണ് പറയുന്നത്. ഈ മിദ്ബാർ പ്രദേശങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? വളരെ ക്ലൈമറ്റൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് രാവിലെയൊക്കെ ഏകദേശം 40 ഡിഗ്രിക്ക് മുകളിലായിരിക്കും സാധാരണ ദിവസങ്ങളിലെ ചൂട് തന്നെ. ഹാർഷായിട്ടുള്ള ക്ലൈമറ്റ്, രാവിലെ ഭയങ്കര ചൂട്, രാത്രിയിൽ ഭയങ്കര തണുപ്പ്. പിന്നെ ഒരു മനുഷ്യന് സർവൈവ് ചെയ്യാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? നമുക്ക് വായു വേണം, വെള്ളം വേണം, വസ്ത്രം വേണം. ഈ മരുഭൂമിയിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണെന്ന് ആലോചിക്കണം. ഇവർക്ക് ഭക്ഷണം വേണ്ടേ? മോശ കൊണ്ടുപോയി ഇവരെങ്ങനെ 40 വർഷം സർവൈവ് ചെയ്തു എന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു സ്ഥലത്ത് താമസിച്ച് കൃഷി ചെയ്ത് ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയൊന്നും അല്ല, അവർ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇത്രയും പേർക്ക് കഴിക്കാനുള്ള ആഹാരം വേണം, വെള്ളം വേണം. ഇത് പലപ്പോഴും അവരുടെ യാത്രയിൽ പ്രശ്നമായിട്ട് പൊങ്ങി വരുന്നുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 40 വർഷം ഈ ജനത ഈ മരുഭൂമിയിൽ സർവൈവ് ചെയ്തു എന്ന് പറഞ്ഞത് വലിയൊരു അത്ഭുതമാണ് അല്ലേ? ഓക്കെ, അതുമാത്രമല്ല ഈ പ്രദേശങ്ങളിൽ പാമ്പ്, തേള്, അങ്ങനത്തെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഒട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്തിൽ കൂടെയാണ് ഇവർ ഈ 40 വർഷം യാത്ര ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയും ഇവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടില്ല, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് ഇവരുടെ കയ്യിൽ കുറച്ച് ഭക്ഷണമൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നിരിക്കാം. ഏതായാലും ചെങ്കടലൊക്കെ കടന്ന് ഇപ്പുറത്ത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ കയ്യിലുള്ള ഭക്ഷണം തീർന്നു കഴിയുമ്പോഴത്തേക്ക്, വിശന്ന് കഴിയുമ്പോൾ ആൾക്കാരുടെ സ്വഭാവം മാറുമല്ലോ അല്ലേ? അവരിറങ്ങി വന്നേക്കുകയാണ്. ഓക്കെ, ഫറവോനും സൈന്യമൊക്കെ മുങ്ങിപ്പോയി, അതൊക്കെ ശരി തന്നെ. പക്ഷെ വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ മോശയ്ക്കെതിരായിട്ട് പിറുപിറുക്കാൻ തുടങ്ങി. ഭക്ഷണം വേണം, ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകണം എന്നറിയത്തില്ല. സോ നിങ്ങൾ ആ സിറ്റുവേഷൻ ചിന്തിക്കണം. ശരിക്കും ഒരു റിയൽ
ഒരു ഇഷ്യൂ ആണ് അവിടെ വന്നേക്കുന്നത്. ഇത്രയും ജനങ്ങൾക്ക് ഭക്ഷണം വേണം. മരുഭൂമി പോലൊരു പ്രദേശത്ത് വന്നേക്കുകയാണ്. അവിടെ എങ്ങും ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ വളരെ കുറവായിട്ടുള്ളൊരു സ്ഥലം. ഇവർ പിറുപിറുത്ത ഭാഗം പുറപ്പാട് പുസ്തകം 16:3 നമുക്കൊന്ന് വായിച്ചു നോക്കാമേ. ഇസ്രായേൽ മക്കൾ അവരോട്, മോശയോടും അഹ്റോനുമാണ് പറയുന്നത്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാമണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്തു വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി നമ്മൾക്ക് ഇവർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. ഇവരെന്താ പറയുന്നത്? നിങ്ങൾ ഈ ജനത്തെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലുവാനായിട്ടാണോ വന്നിരിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, ഫുഡ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ ഒരു റിയാലിറ്റിയാണ്. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെ, ഭക്ഷണമില്ല. പക്ഷേ ഇവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കൊന്ന് നോക്കാവേ. ഇവർ പറയുകയാണ്, ഞങ്ങൾ എവിടെ ഇരുന്നെന്നാണ് പറയുന്നത്? ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഈജിപ്തിൽ വെച്ചിരുന്നതും ഞങ്ങൾക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം കഴിച്ചത് ഞങ്ങളിപ്പം ഓർക്കുക. അവിടെ ഇട്ടാൽ മതിയായിരുന്നു, അവിടെ കിടന്ന് മരിച്ചാൽ മതിയെന്ന് പറയുകയാണ്. ഓക്കെ, ഇവർ ഈ പറയുന്നതിൽ എന്തോരം വാസ്തവമുണ്ടെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇവർ അടിമത്വത്തിലായിരുന്നു. എപ്പോഴും ഇവർക്ക് ഇറച്ചി കിട്ടുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? വല്ലപ്പോഴും കിട്ടിക്കാണുമായിരിക്കും, എപ്പോഴോ ഒരു ഇറച്ചിക്കലം കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇവർ പറയാണ്, ഞങ്ങൾ ആ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരുന്നത് ഞങ്ങൾ ഓർക്കുന്നു എന്ന് പറയുന്നത്. ഞങ്ങൾ തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. ഇവർ മറന്നുപോയ ചില കാര്യങ്ങളും കൂടെ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഇവർ അടിമത്വത്തിലായിരുന്നു. ഇവർ അടിമത്വത്തിൽ നിലവിളിക്കുകയായിരുന്നു. ആക്ച്വലി അവരുടെ നിലവിളി ദൈവം കേട്ടിട്ടാണ് മോശയെ അയക്കുന്നത്. അവിടെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഒരു ദിവസം പോലും ഇവർക്ക് വിശ്രമമില്ലാതെ ഇസ്രയേൽ ജനത്തെ മുഴുവൻ മിസ്രയീമിലെ ആൾക്കാരെ അടിമകളാക്കി വെച്ചുകൊണ്ട് ഇവരെ പണിയെടുപ്പിക്കുകയാണ്. അവരുടെ വലിയ മോണുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഇഷ്ടികകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യത്തിന് സാധനങ്ങൾ പോലും കൊടുക്കത്തില്ല, പക്ഷെ ഡിമാൻഡ് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് കിട്ടണമെന്ന്. കൂലിയില്ല, സർവൈവ് ചെയ്യാനുള്ള ഭക്ഷണം മാത്രം കൊടുക്കും. അങ്ങനെ അടിമകളായിട്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരുന്ന ജനത്തെയാണ് കൊണ്ടിരുന്നത്. ഇനി നിങ്ങൾ ഓർക്കുക, ഇവരുടെ ആൺകുഞ്ഞുങ്ങളെ വെള്ളത്തിലെറിഞ്ഞ് കൊല്ലാൻ വരെ ഓർഡർ ഇട്ട ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. സോ ഏറ്റവും ക്രൂരമായിട്ട് ഇവരോട് പെരുമാറിയതും അവർ കൊണ്ട അടിയും, അവരുടെ മുതലാളികൾ അടിച്ച അടിയും അവർ തൊഴിച്ചതും എല്ലാം ഇവർ പെട്ടെന്ന് മറന്നുപോയി. ഇതെങ്ങനെ നമുക്ക് എങ്ങനെ കാണാനായിട്ട് പറ്റും? ഇങ്ങനെ പറയാറുണ്ട്, അതിനൊരു ഫ്രേസ് ഉണ്ട്, ലുക്കിംഗ് ബാക്ക് വിത്ത് റോസ് കളേർഡ് ഗ്ലാസ് എന്ന് പറയും, അല്ലെങ്കിൽ റോസ് ടിൻറ്റഡ് ഗ്ലാസ്. ഇത് ഒരു ഫ്രേസായത്, ലുക്കിംഗ് ബാക്ക് വിത്ത് റോസ് ടിൻറ്റഡ് ഗ്ലാസ്. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബ്ലൂ ടിൻറ്റ് അല്ലെങ്കിൽ റോസ് ടിൻറ്റൊക്കെയുള്ള ഗ്ലാസ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്നതിനെല്ലാം ഒരു പിങ്കാണ് ഇട്ടെങ്കിൽ പിങ്ക് ഷെയ്ഡ് പോലെ കാണാൻ പറ്റും. അതായത് അങ്ങനെ ഒരു പിങ്ക് ഗ്ലാസ് ഇട്ട് പുറകോട്ട് നോക്കുക എന്നാണ് ഇതിന് പറയുന്നത്. അതായത് മൈ ഗുഡ് ഓൾഡ് ഡേയ്സ് എന്ന് ഇങ്ങനെ എപ്പോഴും പറയുക. അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഒരു ജീവിതത്തിലെ ഒരു പ്രശ്നം വരുമ്പോഴുണ്ടല്ലോ, യാഥാർത്ഥ്യ ബോധത്തോടെ അതിനെ സമീപിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് പണ്ട് സഫർ ചെയ്തൊക്കെ മറന്നു പോകും പെട്ടെന്ന്. എന്തെങ്കിലും ഒരു നല്ല കാര്യം പെട്ടെന്ന് ഓർമ്മയിലോട്ട് വരും. അതിനെക്കുറിച്ച് പണ്ട് എത്ര നല്ലതായിരുന്നു എന്ന് പറയുന്നതിനെയാണ് ലുക്കിംഗ് ത്രൂ റോസ് ടിൻറ്റഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു കാണിക്കുക. അത് നമ്മളുടെ ഒരു സെലക്റ്റീവ് മെമ്മറിയാണ്. സെലക്റ്റീവ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ട് ഇവർ അടി കൊണ്ടതും തൊഴിക്കൊണ്ടതും കൂലി കിട്ടാഞ്ഞതും ഒക്കെ ഇവർ മറന്നു. മര്യാദയ്ക്ക് ഭക്ഷണം പോലും ഇവർക്ക് കിട്ടുന്നില്ലായിരുന്നു, അടിമത്വത്തിലായിരുന്നു, അതൊക്കെ ഇവർ മറന്നു. ഇപ്പം സ്വതന്ത്രരാണെന്നൊന്നും ഓർക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് പണ്ട് എപ്പോഴോ കിട്ടിയ ഒരു ചെറിയ സൗഭാഗ്യത്തെ വലുതാക്കി പറയുന്ന ഈ ഒരു സ്വഭാവം അല്ലേ, ഇത് മനുഷ്യർക്ക് സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് മറ്റൊരു പേരും കൂടെ പറയാറുണ്ട്, ഫേഡിങ് ഇഫക്റ്റ് ബയസ് എന്ന് പറയാറുണ്ട്. ഫേഡിങ് ഇഫക്റ്റ് ബയസ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ചില കാര്യങ്ങളുണ്ടെങ്കിൽ, വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണെങ്കിൽ കാലം മുറിവുണക്കാറുണ്ട്. ഓക്കെ, ആ വേദനയുടെ ഇത് കുറയുകയും നമ്മൾക്കുള്ള നല്ല കാര്യങ്ങളില്ലേ,
ഓർത്തു വെക്കാനുള്ള എൻ്റെ കൊച്ചിലത്തെ നല്ല കാര്യങ്ങൾ നമ്മൾ എടുത്തെടുത്ത് പറയും. അത് നമുക്ക് വലിയ സന്തോഷം തരികയും ചെയ്യും. ഇത് ഒരു കണക്കിന് നല്ലതാണ്, കാരണം ഹോപ്പോടുകൂടി മുമ്പോട്ട് പോകുവാൻ. അത് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. പക്ഷെ ചിലർ നേരെ തിരിച്ചുമായിരിക്കുമേ. പക്ഷെ ഇവർ ഈ ചെയ്തതെന്ന് പറയുന്നത് ആ പ്രശ്നത്തെ, അതായത് ആ ഫുഡ് സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഇഷ്യൂവിനെ അവർ ആ റിയാലിറ്റി ആയിട്ട് മുമ്പിൽ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഇത്രയും ഉപകാരം ചെയ്ത് ഇവരെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന മോശയ്ക്കെതിരെ സംസാരിക്കുകയും പണ്ടെന്തോ വലിയ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ ആക്ച്വലി ബൈബിൾ ഇതിനെ പറയുന്നത് ഇവർ പിറുപിറുക്കുക എന്നാണ് പറയുന്നത്. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പുറപ്പാട് പുസ്തകത്തിൽ അവരുടെ നിലവിളി ദൈവം കേട്ടു, മറ്റൊരു ഭാഗത്ത് പറയുന്ന അവരുടെ പിറുപിറുപ്പും ദൈവം കേട്ടു എന്ന്. ദൈവം മോശയെ വിളിച്ചിട്ട് മോശയോട് സംസാരിക്കുകയാണ്. ഇനി മോശയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇത്രയും പേരെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഇവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്നൊന്നും മോശയ്ക്ക് അറിയില്ല. പക്ഷെ ദൈവം പറഞ്ഞതനുസരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മോശ അല്ലാണ്ട് വിൽഡർനെസ്സിൽ ഇന്ന മെനു ആയിരിക്കും എന്നൊക്കെ അങ്ങനെയൊന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. എന്താ കൊടുക്കുന്നത് അത് ആക്ച്വലി മോശയ്ക്ക് അറിയത്തില്ല. പക്ഷെ ദൈവം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആളുകൾ മുഴുവൻ മോശയ്ക്കെതിരായിട്ട് നിൽക്കുമ്പോൾ മോശയോട് സംസാരിക്കുന്നതാണ്. പുറപ്പാട് പുസ്തകം 16:4 മോശ എന്നിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവാണേ. വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. ദൈവം ഇവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പ്ലാൻ ആദ്യമായിട്ടാണ് മോശയും അപ്പം കേൾക്കുന്നത്. അന്നന്ന് വേണ്ട ഭക്ഷണം ഞാൻ കൊടുത്തിരിക്കും. ഈ മരുഭൂമി കയറി അവർക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് യാത്ര ചെയ്യണം, ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. പക്ഷെ ഓരോ ദിവസവും ഇവർക്ക് ആവശ്യമുള്ളത് ഞാൻ ആകാശത്ത് നിന്ന് പൊഴിച്ചു കൊടുക്കും, അത് അന്നന്ന് നിങ്ങൾ പെറുക്കി കഴിച്ചോണം എന്ന് പറഞ്ഞു. ഇതായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ. ഡെയിലി പ്രൊവിഷൻ, എല്ലാ ദിവസവും അവരവർക്ക് ആവശ്യമുള്ള ഭക്ഷണം ദൈവം കൊടുക്കും. അത് ദൈവം ഇവരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ജനതനെ ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് ആ ജനത നിൽക്കുവാൻ വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു അത്. അപ്പം മോശ ഇത് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. മോശ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഗമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. മോശ ഇവരോട് പറയുന്ന കാര്യമുണ്ട്, ഇന്ന് വൈകുന്നേരം ഇവിടെ നിറയെ കാടപ്പക്ഷി വരും, നിങ്ങൾക്ക് ഇറച്ചി കിട്ടും. ഓക്കെ, അന്ന് വൈകുന്നേരം നിങ്ങൾ ഭക്ഷണം കഴിച്ചോ. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്ക് മഞ്ഞൊക്കെ മാറിക്കഴിയുമ്പം, ആ മരുഭൂമിയിലെ കൊടും തണുപ്പിൽ ആ മഞ്ഞൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുമ്പം ഒരു സാധനം ദൈവം ആകാശത്ത് നിന്ന് നൽകിയിട്ടുണ്ടാകുമെന്ന് ഇവരോട് പറയുകയാണ്. ഓക്കെ, മോശ ഇത് ഇവരോട് അങ്ങനെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പക്ഷെ മോശ ഈ കാര്യം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ രാത്രിയിൽ അവർക്ക് കാടയൊക്കെ കെട്ടി അവർ ഇറച്ചിയൊക്കെ കഴിച്ചു. ആ ദിവസം തന്നെ പിറ്റേ ദിവസം രാവിലെ ഇവർ നോക്കുമ്പോഴത്തേക്ക് ഇവർ താമസിക്കുന്ന കൂടാരങ്ങളുടെയൊക്കെ ചുറ്റുമായിട്ട് നിറയെ എന്തോ കാണുന്നു. അപ്പം ഈ മഞ്ഞ് ഒക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ കാണും ചെതുമ്പൽ പോലെ ഇരിക്കുന്നത്. അപ്പം ഇവർ ഓടി വന്ന ആൾക്കാരെല്ലാം നോക്കുക, വെളുത്ത നിറത്തിൽ ചെതുമ്പൽ പോലെ എന്തോ ഇങ്ങനെ കിടക്കുന്നു. അപ്പം മോശ ഇവർക്ക് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും പറഞ്ഞു കൊടുക്കുക. അതിനു മുമ്പ് ഇവർ ചോദിക്കുകയാണ്, ഇതെന്താണ്. എല്ലാവരുടെയും അവർ ടെൻറ്റിലാണല്ലോ താമസിക്കുന്നത്, അതിൻ്റെ പുറത്ത് മുഴുവൻ ഈ വെളുത്ത ചെതുമ്പൽ പോലത്തെ സാധനം. അപ്പോൾ അവർ എബ്രായ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി, ഇതെന്താ വാട്ട്സ് ഇറ്റ്. ഓക്കെ, എബ്രായ ഭാഷയിൽ ഇതെന്താന്ന് ചോദിക്കുന്നതാണ് മന്ന. ഓക്കെ, മന്ന എന്ന് വെച്ചാൽ ഇതെന്താ അവർ ചോദിച്ചതാ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി, മന്ന. അങ്ങനെയാണ് മന്ന എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? മന്നയുടെ അർത്ഥം എന്താ? ഇതെന്താന്ന് അവരാ ചോദിക്കുന്നത്. ഓക്കെ, അവർ ചോദിച്ചു. അവർ കാണുകയാണ് ഇങ്ങനെ വെളുത്ത ചെതുമ്പൽ പോലെ ഒരു സാധനം. അപ്പം മോശ പറഞ്ഞു, ഇതെല്ലാം പറക്കിയെടുക്കണം, എന്നിട്ട് ഇത് പൊടിക്കണം. അതൊരു പ്രോസസ്സാണ് അതുണ്ടാക്കുന്നത്. ഓക്കെ, മന്ന അവിടെ കണ്ട ഉടനെ മന്ന എടുത്ത് കഴിക്കുക അങ്ങനെയല്ല ചെയ്യുന്നത്. മന്ന എടുത്തു, അതിനുശേഷം അത് പൊടിച്ചു, വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ ദിവസവും രാവിലെ ഈ സാധനം അവിടെ വീഴും. എന്ത് ചെയ്യണം? പിന്നെ ഇത്
പൊടിക്കണം, പൊടിച്ചിട്ട് തിളപ്പിച്ച് അപ്പം പോലെ ആക്കിയെടുക്കും. ഓക്കെ, കഴിക്കുമ്പം ഇതിന് മധുരമുണ്ട്, രുചിയുണ്ട്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം. 40 വർഷം ഇവരുടെ സ്റ്റേപ്പിൾ ഫുഡായിരുന്നു ഇതൊന്ന് ഓർക്കണം. ഓക്കെ, സോ മന്ന എന്ന് പറഞ്ഞാൽ ഇതെന്തെന്ന് അവർ ചോദിച്ചപ്പോൾ, പക്ഷെ മോശ ഇവരോട് ഒരു കാര്യവും കൂടെ പറഞ്ഞു കൊടുത്തേ. നിങ്ങൾ ഓരോരുത്തരും ഇത് എടുത്തു വെക്കുമ്പം എടുത്ത് ഉണ്ടാക്കി അന്നന്ന് കഴിക്കണം. എന്നിട്ട് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, ഉണ്ടാക്കി വെച്ചതുണ്ടല്ലോ പിറ്റേ ദിവസത്തേക്ക് ആരും സൂക്ഷിക്കേണ്ട, പിറ്റേ ദിവസം ദൈവം തന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും അങ്ങോട്ട് വിശ്വാസമാവുമോ? ഇന്ന് ഭാഗ്യത്തിന് ഈ സാധനം കിട്ടി, പൊടിച്ച് ഉണ്ടാക്കി കുറച്ച് കൊണ്ട് സൂക്ഷിച്ചു വെച്ചു. പിറ്റേ ദിവസം ഈ സൂക്ഷിച്ചു വെച്ച ചില വീടുകളിൽ നോക്കിയപ്പോഴുണ്ടല്ലോ കൃമി കൊണ്ടിട്ട് നാറിയിട്ട് അവർക്ക് അടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ദൈവം ഇവരെ മറ്റൊരു കാര്യം കൂടെ പഠിപ്പിക്കുകയായിരുന്നു. എല്ലാ ദിവസവും അന്നന്നത്തേക്കുള്ള മന്ന ഞാൻ പൊഴിച്ചു തരും. ഓക്കെ, ഇതാ അവരെ പഠിപ്പിച്ച. അപ്പം എന്താ മോശ പറഞ്ഞ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കണം, ഈ ചെതുമ്പൽ പോലത്തെ ഇതെടുത്ത് ആ ഒരു വെള്ള പദാർത്ഥം എടുത്ത് പൊടിച്ച് തിളപ്പിച്ച് അപ്പം പോലെ ഉണ്ടാക്കി ഇവർ ഭക്ഷിക്കണം. ഓക്കെ, പിറ്റേ ദിവസത്തേക്ക് ആരും സൂക്ഷിച്ചു വെക്കണ്ട. ഇതായിരുന്നു ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ. ഇനിയും ഇവർക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസം വരികയാണ്. മരുഭൂമിയിൽ ഇവർ യാത്ര തുടങ്ങിയപ്പം ദൈവം അന്ന് വരെ അവർ കേൾക്കാത്ത ഒരു കാര്യം അവരോട് പറഞ്ഞു. 7-ാം ദിവസം നിങ്ങൾക്ക് ശബത്താണ്, നിങ്ങൾക്ക് വിശ്രമിക്കാം. വിശ്രമം എന്നുള്ളത് 400 വർഷമായിട്ട് ആ ജനത കേട്ടിട്ടില്ല. കാരണം അടിമത്തത്തിൽ കിടക്കുമ്പോൾ വിശ്രമം എന്ന് പറഞ്ഞൊരു ദിവസം ഇല്ല. ഇവരോട് പറഞ്ഞു 7-ാം ദിവസം നിങ്ങൾക്ക് വിശ്രമിക്കാം. അതുകൊണ്ട് 6-ാം ദിവസം മാത്രം, വെള്ളിയാഴ്ച മാത്രം ഈ അപ്പം ഉണ്ടാക്കി പിറ്റേ ദിവസത്തേക്കും കൂടെ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴും സംശയമായി, ബാക്കി ദിവസം എല്ലാം പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ എന്ത് വരും? കൃമി വന്ന് നാറും. പക്ഷെ ഇവർ നോക്കിയപ്പം ശനിയാഴ്ച ദിവസം, ശബത്ത് ദിവസം നോക്കുമ്പം അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, സോ ഇതായിരുന്നു മന്ന കഴിക്കേണ്ട ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തിനാ ദൈവം ഇങ്ങനെ ചെയ്തത്? എല്ലാ ദിവസവും മന്ന പെറുക്കണം, മന്ന ഉണ്ടാക്കണം, പ്രയത്നിക്കണം, കഴിക്കണം, പിറ്റേ ദിവസത്തേക്ക് വെക്കണ്ട. റെസ്റ്റ് എടുക്കേണ്ട ആ ദിവസം മാത്രം പിറ്റേ ദിവസത്തേക്ക് വെക്കാം. ദൈവത്തിന് ചിലത് പഠിപ്പിക്കാനുണ്ടായിരുന്നു. ട്രസ്റ്റിംഗ് ഗോഡ് ഡെയിലി. ഈ ജനതയെ പഠിപ്പിക്കണം, ദൈവത്തെ എല്ലാ ദിവസവും എല്ലാ സമയത്തും ആശ്രയിക്കണം എന്നിവരെ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇനി യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരും അല്ലെങ്കിൽ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം വളരെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ മനസ്സ് എങ്ങനെയായിരിക്കണം? മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം. നമ്മളെല്ലാവരും ഒത്തിരി ആകുലതകളും ടെൻഷനും അല്ലേ, ഒത്തിരി ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ഉള്ളവരാ. അപ്പം നമ്മളുടെ മനസ്സും വ്യാകുലപ്പെടാറുണ്ട്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുത്തൊരു ഭാഗം വായിക്കാമേ. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. എൻ്റെ കൂടെ വായിക്കാമോ? അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഇനി യേശു കർത്താവ് സംസാരിക്കുന്നത് ആരോടാണെന്നറിയാമോ? യേശു കർത്താവ് സംസാരിക്കുമ്പോൾ യേശുവിൻ്റെ ചുറ്റും ഇരിക്കുന്ന ക്രൗഡ് എന്ന് പറയുന്നത് കൊട്ടാരത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ ഇരുന്ന ആൾക്കാരൊന്നുമല്ല, സാധാരണ മനുഷ്യനായിരുന്നു. എന്നും മീൻ പിടിച്ച് അങ്ങനെ ഉപജീവനം കഴിക്കുന്നവർ, അല്ലെങ്കിൽ സാധാരണ കർഷകർ, അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ ഇരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇന്നത്തെ കാലത്തെ നമ്മുടെ കർഷകരോ മീൻപിടുത്തക്കാരായിട്ടൊന്നും ഉപമിക്കരുത് അവരെ. യേശു ജീവിച്ച കാലത്തെ യേശുവിൻ്റെ ഓഡിയൻസ്, ആ പ്രസംഗം കേൾക്കുന്നവരെന്ന് പറയുന്നത് റോമൻ ഭരണത്തിൻ്റെ കീഴിൽ ആ ഒപ്രഷൻ്റെ അടിയിൽ കിടക്കുന്ന ജനതയാണ്. എന്ന് പറഞ്ഞാൽ ഇവർ പണിയെടുക്കുകയും അതിൽ മെജോറിറ്റി ആയിട്ടുള്ള ഭാഗം അവരെ ഭരിക്കുന്ന റോമാക്കാർക്ക് ടാക്സ് ആയിട്ടും കൊടുത്ത് ദാരിദ്ര്യത്തിൽ കിടക്കുന്ന മനുഷ്യരോടാണ് യേശു കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടേതായ ആകുലതകളുണ്ട്, അവരുടെ ആവശ്യങ്ങളുണ്ട്, അവരുടെ ഇടയിൽ രോഗങ്ങളുണ്ടായിരുന്നു. സാധാരണ മനുഷ്യരോട് അവർ ഭാരങ്ങൾ ചുമക്കുന്നവരാ. യേശു കർത്താവ് അവരോട് സംസാരിക്കുകയാണ്. ഇതിനെ നിങ്ങൾ, അതായത് ഒരു ചിന്തയും ഇല്ലാതെ ജീവിക്കണമെന്ന് പറഞ്ഞ് ഒരു ഉട്ടോപ്യൻ വേൾഡ് പ്രോമിസ് ചെയ്യുന്ന ഒന്നുമല്ല. യേശു കർത്താവ് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. ആ വാക്യം ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നാളേക്കായി വിചാരപ്പെടരുത്,
നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. എന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസത്തിൽ നമുക്ക് വിചാരപ്പെടാൻ വേറെ ചില കാരണങ്ങൾ വന്നോളും. കർത്താവ് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് നോക്കുക, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഒന്ന് പറഞ്ഞേ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഓക്കെ, അതിൽ ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ ക്ലിയറാ, ഈച്ച് ഡേ ഹാസ് ഇനഫ് ട്രബിൾസ് ഓഫ് ഇറ്റ്സ് ഓൺ. നമുക്ക് എല്ലാവർക്കും ഈ ജീവിതത്തിൽ യേശുവിൻ്റെ ആ കേൾവിക്കാരെ പോലെ തന്നെ നമ്മൾക്കും നമ്മളുടേതായ ജീവിതത്തിൽ ഇന്ന് ഫേസ് ചെയ്യാനുള്ള ചില പ്രശ്നങ്ങളുണ്ടാകും, ഇന്ന് ചെയ്ത് തീർക്കാനുള്ള ചില കാര്യങ്ങളുണ്ടാകും, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതത് ദിവസത്തിന് അന്നന്നത്തെ പ്രശ്നങ്ങൾ മതി, അന്നന്നത്തെ ട്രബിൾസ് മതി. അതിനുള്ള സ്ട്രെങ്ത്, ആ ഭാരം വഹിക്കാനുള്ള സ്ട്രെങ്ത് കർത്താവ് നൽകുമെന്നാണ് പ്രോമിസ് നൽകുന്നത്. അതാ ഞാൻ പറഞ്ഞത്, വളരെ റിയലിസ്റ്റിക് ആയിട്ട്. അതായത് വാ യേശുവിൻ്റെ അടുക്കൽ വാ, ഒരു പ്രശ്നവും പിന്നെ ഇല്ലെന്നല്ല പറയുന്നത്. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം. നാളത്തേക്കായിട്ട് നിങ്ങൾ വിചാരപ്പെടേണ്ട. നാളത്തേക്കുള്ള മന്ന, ഇന്നത്തേക്കുള്ള മന്ന ദൈവം ഇന്ന് പ്രൊവൈഡ് ചെയ്യും, നാളത്തേക്കുള്ളത് നാളെയും പ്രൊവൈഡ് ചെയ്യും, അല്ലേ? അപ്പം കർത്താവ് ഇതിൻ്റെ ആയിട്ട് വളരെ റിലേറ്റഡ്. അതുകൊണ്ട് നമ്മളെ ഈ വചനഭാഗം ഓർപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഇന്നത്തേക്കുള്ള മന്ന നമ്മൾ കളക്ട് ചെയ്യാൻ പഠിക്കണം. ഇന്നത്തെ നമ്മളുടെ, അതായത് ദൈവം ഒന്നും വിചാരപ്പെടേണ്ട, ഞാൻ വെറുതെ ഇരുന്നാൽ മതി, അങ്ങനെ ഒരു ചിന്തയേ അല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ മന്ന നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, ഇന്നത്തെ ജോലികൾ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത് ചെയ്യണം. ഓക്കെ, ഇനിയും ആൾക്കാരെ 3 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ ചിന്തിക്കുമ്പോഴത്തേക്ക് ചിലവർ ഓക്കെ ഇന്നലകളിൽ ജീവിക്കുന്നവരാ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ലുക്കിംഗ് ബാക്ക് വിത്ത് റോസ് ടിൻറ്റഡ് ഗ്ലാസ്, പഴയ നല്ല കാലം, അതിനെ ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്ത്, അയ്യോ എന്ത് നല്ല കാലമായിരുന്നു, അതെന്ത് നല്ലതായിരുന്നു, എപ്പോഴും പഴയതിനെക്കുറിച്ച്. അതെന്തുകൊണ്ട് അവരതാ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ ഹാർഷ് റിയാലിറ്റീസിനെ ഫേസ് ചെയ്യാൻ അവർക്ക് എന്തോ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ടാണ് എപ്പോഴും അതിനെ, പഴയ കാര്യങ്ങൾ പറയരുതെന്നല്ല ഞാൻ പറഞ്ഞത്, അത് ഭയങ്കര നല്ലതായിരുന്നു എന്ന് എപ്പോഴും പറയുക. ഓക്കെ, ഇന്നലകളിൽ ജീവിക്കുന്നവരും. ഓക്കെ, ഇത് ഇങ്ങനെ ഈ ആദ്യം പറഞ്ഞ കാറ്റഗറി എന്ന് പറയുന്ന ഇന്നലകളിൽ ജീവിക്കുമ്പോൾ അതിനെ ഭയങ്കര നല്ലതെന്ന് പറയും. അതുപോലെ തന്നെ ഇന്നലകളിലെ പെയിനിൽ ജീവിക്കുന്നവരുണ്ട്. പണ്ട് സംഭവിച്ച കാര്യങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്ന് മോചനം വെക്കാൻ പറ്റാതെ, അന്ന് ആരെങ്കിലും ഒരു ദ്രോഹം ചെയ്തത് അവരോട് ക്ഷമിക്കാൻ പറ്റാതെ, അതിൻ്റെ കയ്പും വേരുമായിട്ട് ഇന്നിൻ്റെ സൗന്ദര്യം കൂടെ കളഞ്ഞ് ഇന്നലയിൽ ജീവിക്കുന്നവരുണ്ട്. കർത്താവ് അങ്ങനെയല്ല പഠിച്ചത്. ഇന്ന് ജീവിക്കാൻ പഠിക്കുക. ഓക്കെ, ഇന്നാണ് റിയാലിറ്റി. ചിലവരെങ്ങനെയാണെന്നറിയോ, നാളത്തേതിൽ ജീവിക്കുന്നവരുണ്ട്. നാളെ എന്താകും? യേശുവിൻ്റെ ആ ഓഡിയൻസിനോട് യേശു പറഞ്ഞത്, നാളേക്കായി വിചാരപ്പെട്ട് ഇന്നത്തെ ജീവിതം ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാക്കല്ലേ. നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം എന്താ പറഞ്ഞത്, നാളത്തെ ദിവസം അതിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് വന്നോളും, അല്ലേ? അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഇത് ഓർക്കുക കേട്ടോ എപ്പോഴും. നാളത്തെ വിചാരപ്പെട്ടുകൊണ്ടും ഇന്നലത്തെ ഇതിൻ്റെ ഭാരം വഹിച്ചുകൊണ്ടും ഒന്നും നമ്മൾ ജീവിതത്തെ ബുദ്ധിമുട്ടാക്കി കളയരുത്. ഇന്ന് ജീവിക്കാനായിട്ട് പഠിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ നീളത്തോട് 1 മുഴം കൂട്ടാൻ ആർക്ക് കഴിയും, അല്ലേ? ആ നീളം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ സ്പാനിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വിചാരപ്പെട്ടത് കൊണ്ട് ജീവിതത്തിൻ്റെ നീട്ടം കൂട്ടാൻ പറ്റുമോ? ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. നമ്മളുടെ കൺട്രോളിലില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇന്ന് നമുക്ക് ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന മന്ന, അതെടുക്കുക, അത് ഉപയോഗിക്കുക, അതിൽ ജീവിക്കുക. ഓക്കെ, നാളത്തേത് ദൈവം പ്രൊവൈഡ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കുവാനായിട്ടും പഠിക്കുക. ഹല്ലേലൂയ. അപ്പം ചിലവരെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ, ആ ഒരു ബേർഡൻ എടുക്കുന്ന പിക്ചർ ഒന്ന് കാണിക്കാമോ? ചിലവർ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ലോഡുണ്ട് കേട്ടോ. ഈ ഞാൻ പറഞ്ഞ ലേൺ ടു ലീവ് ടുഡേ. നമുക്ക് ചില മനുഷ്യർ ഇതുപോലെയാണ്. പഴയ കാലത്തെ ഉള്ള ആകുലതകളും ഭാരങ്ങളും എല്ലാം മാറ്റത്തില്ല. അതുപോലെ തന്നെ നാളത്തേക്കുള്ള വിചാരങ്ങളും വെച്ചിട്ട് ഇന്ന് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം അത് ഭയങ്കര എന്താ പറയുന്നത്, ഇന്നിൻ്റെ സൗന്ദര്യം കളയും, നമ്മളെ പ്രൊഡക്റ്റീവ് അല്ലാതാക്കുകയും ചെയ്യും. അതുകൊണ്ട് യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അതത് ദിവസത്തിന്
അന്നത്തെ ദുഃഖം മതി അല്ലേ. ഇന്ന് നമുക്കൊന്ന് ചില പ്രിൻസിപ്പിൾസും കൂടെ ഒന്ന് ചിന്തിക്കാം. പ്രിൻസിപ്പിൾസ് ദാറ്റ് വി ലേൺ ഫ്രം മന്ന. ആ മന്ന ദൈവം കൊടുത്തതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളും കൂടെ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഡിപ്പെൻഡ് ഓൺ ഗോഡ് ഡെയിലി. എല്ലാ ദിവസവും അല്ല, എല്ലാ സമയവും ദൈവത്തെ ആശ്രയിച്ചു ജീവിക്കാൻ ദൈവം ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ഈ മന്ന പൊഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അല്ലേ. യേശു കർത്താവ് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്താ? ഗീവ് us this day our daily bread. അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഓക്കെ, അതിൻ്റെ അർത്ഥം ആ ദിവസത്തെ ആ ബ്രെഡ് അത് കിട്ടണം, അത് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പ്രാർത്ഥിച്ച് അന്നന്നത്തെ നേടിയെടുക്കണം? അല്ലല്ല. ഇത് നമ്മളെ ആ പ്രാർത്ഥന എന്താ പഠിപ്പിക്കുന്നതെന്നറിയാമോ? ബ്രെഡിനേക്കാൾ ഉപരി ആ ബ്രെഡ് തരുന്ന ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ അതിനെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാം. കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അല്ലേ. അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമെന്ന് നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ ദൈവം പഠിപ്പിച്ചു. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ചിന്ത വരാം, അങ്ങനെ പ്രാർത്ഥിക്കാത്തവർക്കും കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ നമ്മുടെ ചുറ്റും നോക്കിക്കേ, മനുഷ്യർ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടാണോ അവർക്ക് ആഹാരം കിട്ടുന്നത് അല്ലെങ്കിൽ വസ്ത്രം കിട്ടുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഡെയിലി നീഡ്സിന് യേശുവിൻ്റെ ശിഷ്യന്മാരോട് ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ യേശു പറയുന്നത്? ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണേ. എല്ലാവരും പോയി ഇതുപോലെ ബ്രെഡ് തരണേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യം ഇന്നതാണ് ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. വേദപുസ്തകം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഗോഡ് ഡിസൈൻഡ് മാൻ ടു വർക്ക്. ഏദൻ തോട്ടത്തിൽ മനുഷ്യനായിരുന്ന സമയത്ത് തന്നെ, പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം മനുഷ്യന് ചെയ്യാൻ പറഞ്ഞൊരു കാര്യമാണ് നീ ജോലി ചെയ്യണം എന്നുള്ളത് അല്ലേ. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ജോലി ചെയ്തു അല്ലേ. അപ്പം ജോലി ചെയ്താൽ അതിനൊരു റിസൾട്ട് ഉള്ളതെന്നുള്ളത് അത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്ന മനസ്സിലാക്കി കറക്റ്റ് സെൻസിൽ മനസ്സിലാക്കുക. ഒരു വിശ്വാസി പ്രാർത്ഥിച്ചത് കൊണ്ട് അവർക്ക് ജോലി കിട്ടുന്നു, പൈസ കിട്ടുന്നു, അങ്ങനെയല്ല. അല്ലാത്തവർക്കും കിട്ടുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് കിട്ടുന്നു? അവർ ജോലി ചെയ്യുന്നു, അവർ ബിസിനസ് ചെയ്യുന്നു, അതിനകത്ത് അവർക്ക് കിട്ടുന്നു. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി പൗലോസ് അപ്പോസ്തലൻ സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വേല ചെയ്യുവാൻ മനസ്സില്ലെങ്കിൽ തിന്നരുതെന്ന്. ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുക. വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്യാൻ ആർക്കെങ്കിലും മടിയാണെങ്കിൽ ഭക്ഷണവും കഴിക്കേണ്ട. അതായത് വിശ്വാസിയാണെങ്കിലും പണിയെടുത്താലാണ് പൈസ വരികയുള്ളൂ. ഓക്കെ, നമ്മളുടെ ആവശ്യങ്ങൾ നടക്കുകയുള്ളൂ. അതൊരു പ്രിൻസിപ്പിളാണ്. ഓക്കെ, പണിയെടുക്കുന്നത്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യണം? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അല്ലാത്തവരും ഒരു ബ്രെഡിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും, ബ്രെഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പദമാണെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ഡെയിലി നീഡ്സിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവരുടെയും പുറത്ത് നീഡ്സ് നടക്കുന്നുണ്ട്. പിന്നെ എന്തിനു നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്. ഓക്കെ, പക്ഷെ വർക്ക് എലോൺ മാത്രം ഇനഫ് ആണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ജോലി ചെയ്താൽ ഞാൻ പറഞ്ഞു പൈസ കിട്ടും, നമുക്ക് ആവശ്യമുള്ളതെല്ലാം മേടിച്ചെടുക്കാം. പക്ഷെ അത് മാത്രം മതിയോ? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളില്ലേ? നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, ചിലതൊക്കെ നമ്മളുടെ പിടിക്ക് അപ്പുറത്തുള്ള ചില കാര്യങ്ങളാണ് അല്ലേ. ഉദാഹരണത്തിന് ഒരു കർഷകൻ പ്ലാന്റ് ചെയ്തു അല്ലേ, കർഷകന് കൃഷിയൊക്കെ നട്ടു, പക്ഷേ അത് മുളച്ചു വരേണ്ടതാണ്. പക്ഷെ ആ വർഷം മഴ ഒട്ടും കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഭയങ്കര മഴയായി പോയെങ്കിലോ? ഒരു ക്രിസ്തു ശിഷ്യൻ തിരിച്ചറിയുന്ന കാര്യമുണ്ട്, ബ്രെഡ് എനിക്ക് അധ്വാനിച്ചാൽ കിട്ടും, പക്ഷെ ഞാൻ കണക്റ്റഡ് ആയിരിക്കേണ്ടത് ബ്രെഡുമായിട്ടല്ല, ബ്രെഡ് തരുന്ന ഒരു ദൈവത്തെ. ഞാൻ അധ്വാനിക്കുമ്പോഴും ഐ ഡിപ്പെൻഡ് ഓൺ ഗോഡ്. എനിക്ക് ഇത് ജോലി ചെയ്യാനുള്ള കഴിവ് തരുന്നത് ദൈവമാണ്, അതിനുള്ള ജ്ഞാനം തരുന്നത്. ആ ഡിപ്പെൻഡൻസ് ദൈവം ആഗ്രഹിക്കുന്നു. ഇനിയും നമുക്ക് ഭക്ഷണമൊന്നും ഇല്ലാത്തപ്പോൾ മാത്രമാണോ പോയി പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇസ്രായേൽ മക്കള് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തപ്പോൾ അവർക്ക് അവിടെ
കൃഷി ചെയ്യാനുള്ള പ്രൊവിഷനൊന്നുമില്ല. അവർക്ക് ദൈവം തന്നാൽ മാത്രമേ ആകാശത്തു നിന്ന് അത് പൊഴിഞ്ഞ് വീഴത്തുള്ളൂ, അല്ലേ, മഞ്ഞ വരത്തുള്ളൂ. അപ്പം ആ സമയത്ത് മാത്രം, നമുക്കില്ലാത്ത സമയത്ത് മാത്രമാണോ ബ്രെഡിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? അല്ല. ദൈവം അവരെ പഠിപ്പിച്ച മറ്റൊരു കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും നമുക്ക് ആവശ്യമുള്ളപ്പോഴാണ് ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത്. പക്ഷേ അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നറിയാമോ? ഒരു പക്ഷേ വീട് നിറച്ച് ബ്രെഡ് ഇരിക്കുമ്പോഴാണ്. വീട് നിറച്ച് നമുക്ക് സാധനങ്ങളുണ്ട്, ഒരു പ്രശ്നവും ഇല്ല, ആവശ്യത്തിന് ആരോഗ്യമുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക. നമുക്ക് ഒരുമിച്ച് ഈ വേദഭാഗം നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ഉണ്ടാകും, കൂടെ വായിക്കണം. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് ഇല്ലാത്തപ്പം മാത്രം എന്തെങ്കിലും കിട്ടാൻ അപ്രോച്ച് ചെയ്യേണ്ടതല്ല ദൈവത്തിൻ്റെ അടുക്കൽ. നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ ശ്വാസത്തിലും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഈ വേദഭാഗം വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും എടുക്കണേ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗം എന്താ പറയുന്നതെന്നറിയാമോ? ഇസ്രായേൽ ജനം മരുഭൂമി യാത്രയൊക്കെ കഴിഞ്ഞ് 40 വർഷം കഴിയുമ്പോൾ ഇവര് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് ചെല്ലും. അവിടെ ഒന്നിനും കുറവില്ലാത്ത ദേശമാണ്. അവിടുത്തെ മുന്തിരിപ്പഴത്തിന് ആപ്പിളിൻ്റെ വലിപ്പമാണ്, അല്ലേ. അവിടെ എല്ലാം ഉണ്ട്, പാലുണ്ട്, ഭക്ഷണമുണ്ട്, ഒന്നിനും കുറവില്ല. ഇഷ്ടം പോലെ സമ്പത്തുണ്ടാക്കാൻ പറ്റിയ സ്ഥലം. അവിടെ ചെന്ന് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുമ്പം എങ്ങനെ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യണം എന്നാണ് ഈ ഭാഗം വായിക്കുന്നത്. എല്ലാവരും ചേർന്ന് വായിക്കുക. 8-ാം അധ്യായം 7 മുതൽ 18 വരെ വായിക്കുക. നിങ്ങളുടെ മക്കളെയും ഒക്കെ ഇത് വായിച്ച് കേൾപ്പിക്കണം ഭവനങ്ങളിലെ. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം. ഇതൊന്നും ഇവര് മരുഭൂമിയിൽ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായി. മൈനിങ്ങിനൊക്കെ ഭയങ്കര സ്കോപ്പാന്നാ പറയുന്നത്. ഇവർ പൈസ ഉണ്ടാക്കും. വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. എല്ലാം ഒന്നും ചോദിച്ചില്ലെങ്കിലും നിറയെ ഉണ്ട്, എല്ലാം കഴിക്കാനുണ്ട്. പക്ഷെ മറന്നു പോകരുതെന്ന് പറയാണ്, അല്ലേ. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും, അല്ലേ, നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന്. ഈ ഒരു ജനറേഷൻ ചിലപ്പം മന്നയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, പിതാക്കന്മാരായിരിക്കാം മന്ന തിന്നത്, പക്ഷെ മറക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം എല്ലാം കിട്ടിക്കഴിയുമ്പം മരുഭൂമിയിൽ സർപ്പവും തേളും ഉള്ള വഴി കൂടെ ഒക്കെ യാത്ര ചെയ്ത് വന്നേ. പക്ഷെ ഇവിടെ നല്ല വീട് പണിത് നല്ല ഭക്ഷണം ഇഷ്ടം പോലെ ഉള്ളപ്പം അടുത്തത് വായിച്ചു നോക്കുക. അറിയാതെ പോലും പറഞ്ഞു പോകരുതാത്ത ഒരു കാര്യം, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. ഒരു വിശ്വാസിയെ റിമൈൻഡ് ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ കഴിവാണ്. അങ്ങനെ ഹൃദയത്തിൽ പോലും, പുറമേ പറയരുതെന്നല്ല, ഹൃദയത്തിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാതിരിക്കാനായിട്ട്, എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഈ പൊസിഷനിലെത്തിയെന്നും
നമ്മൾ അധ്വാനിച്ചുകൊണ്ടായിരിക്കും. പക്ഷെ അതിനുള്ള ബലം തന്നത്, എനിക്ക് ഈ ശ്വാസം തന്നത്, ആരോഗ്യത്തോടെ എന്നെ നടത്തുന്ന എൻ്റെ ദൈവമാണെന്ന് എപ്പോഴും ഓർത്തുകൊള്ളണം. ഹൃദയത്തിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ഹല്ലേലൂയ. ഓർക്കണം. അപ്പം ഈ പ്രയർ എന്ന് പറയുന്നത്, ഞങ്ങൾക്കുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പറയുന്നത് നിവർത്തികേടിൻ്റെ അങ്ങേയറ്റത്ത് കടന്ന് പ്രാർത്ഥിക്കാൻ മാത്രമുള്ളൊരു പ്രയറായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാം ഉള്ളപ്പോഴും ഇത് ആര് തരുന്നതെന്നുള്ള നമ്മളെ റിമൈൻഡറാണ് ഈ പ്രയർ. മന്ന നമ്മളെ പഠിപ്പിക്കുന്ന അതെ, ഓരോ ദിവസവും ഐ നീഡ് ഗോഡ്, എനിക്ക് ദൈവത്തെ ആവശ്യമുണ്ടെന്നുള്ള ചിന്ത. മറ്റേത് ഡെയിലി ഹ്യൂമിലിറ്റിക്ക് എല്ലാ ദിവസവും ഇത് എടുക്കുക എന്ന് പറയുന്നത് ഒരു താഴ്മ. നമ്മൾ നേരത്തെ വായിച്ചല്ലേ, ഹൃദയം നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ കഴിവോടെ എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഡെയിലി ഹ്യൂമിലിറ്റിക്ക് ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മൂന്നാമതൊരു കാര്യമാണ് ഹൃദയത്തിൽ സമാധാനം. ദൈവമാണിത് നൽകുന്നതെന്നുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. കാരണം നാളെ എന്തായാലും എൻ്റെ ദൈവം അവിടെ മാറാത്തവനായിട്ടുണ്ട് അല്ലേ. സാഹചര്യങ്ങൾ മാറാം, രാജ്യത്തിൻ്റെ എക്കണോമിക്സ് മാറാം അല്ലേ, സിറ്റുവേഷൻസ് മാറാം, നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മാറാം, കാലാവസ്ഥകൾ മാറി വരാം. പക്ഷെ മാറാത്ത ഒരു ദൈവം എന്നെ കരുതാനുണ്ടെങ്കിൽ എനിക്കുള്ള മന്ന കർത്താവ് തരുമെന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അതാണ് ഡെയിലി ഡിപ്പെൻഡൻസ്. എന്തിലാണ് നമുക്ക് ശരിക്കും ഈ ഭൂമിയിൽ ശരിക്കും ആശ്രയിക്കാൻ പറ്റും? നമ്മൾ പലതും ചിന്തിക്കും. നമ്മുടെ ആരോഗ്യത്തിൽ നമുക്ക് ആശ്രയിക്കാം, നമ്മുടെ ബന്ധങ്ങളിൽ ആശ്രയിക്കാം, നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വത്തിൽ ആശ്രയിക്കാം, പൊളിറ്റീഷ്യൻസിൽ ആശ്രയിക്കാം. മാറിപ്പോകാത്ത എന്താ ഉള്ളത് ഈ ഭൂമിയിൽ? ചരിത്രം ഒന്ന് തിരിഞ്ഞു നോക്കുക, എന്താ മാറിപ്പോകാത്ത അല്ലേ? പക്ഷെ മാറാത്തവൻ, മറക്കാത്തവൻ നമ്മുടെ കർത്താവാണ് അല്ലേ. അപ്പം ഈ ഡെയിലി പ്രെയർ ഉണ്ടല്ലോ, നമുക്കത് തരുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം അപ്പത്തിലോട്ടാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പത്തിലോട്ട് മാത്രമല്ല നമ്മുടെ ചിന്ത പോണത്, ഈ അപ്പം തരുന്ന ദൈവം എനിക്കുണ്ടെന്നുള്ളൊരു ചിന്ത, അത് തരുന്നൊരു സമാധാനം, അതൊരു തരുന്ന സ്ട്രെങ്ത് നിങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ. രണ്ടാമത് നമ്മൾ ഒബീഡിയൻസ് മാറ്റേഴ്സ് മോർ ദാൻ അബൻഡൻസ്. ഈ മന്ന നമ്മളെ പഠിപ്പിക്കുന്ന, ഓർപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അനുസരണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരെന്താ ചെയ്ത? ചിലർ ചെയ്തു നോക്കി, ഒരു ദിവസത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കി വെക്കാവുള്ളൂ എന്ന് പറഞ്ഞപ്പം പിറ്റേ ദിവസത്തേക്കൂടെ കുറച്ച്, എങ്ങാനും മോശം പറഞ്ഞതുപോലെ വീണില്ലെങ്കിലോ, കാലാവസ്ഥ എങ്ങാനും മാറിയാലോ, ഇച്ചിരി ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് നോക്കിയപ്പം എന്താ പറ്റിയത്? അവരുടെ കൂടാരത്തിൽ നിന്ന് കൃമി ചാടി വന്ന് ഭയങ്കര നാറ്റം. അപ്പം അനുസരണക്കേടിൻ്റെ നാറ്റം അല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, കരുതി വെച്ചു എന്നുള്ളൊരു ചിന്തയും കൊണ്ടിരിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഈ കൃമി വരുന്ന നാറാത്ത അവസ്ഥ. നമ്മളെ അനുസരിക്കാൻ ദൈവം പഠിപ്പിക്കുക, ദൈവവചനത്തെ അനുസരിക്കുവാൻ മന്ന നമ്മളെ ഓർപ്പിക്കുക. ദൈവം പറഞ്ഞ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, ഗോഡ് പ്രൊവൈഡ്സ് സഫിഷ്യൻ്റ്ലി ഫോർ ഓൾ. എല്ലാവർക്കും ആവശ്യമുള്ളത് ദൈവം നൽകുന്നവനാണ്. പുറപ്പാട് 16:13 ഇങ്ങനൊരു വാക്യമുണ്ട്, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരാൾക്ക് ഇടങ്ങഴി വീതം മന്ന പെറുക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. ഒരാൾ കഴിക്കുന്ന ഇടങ്ങഴിയിൽ. ചിലർ ഇച്ചിരി കൂടുതൽ എടുത്ത് നോക്കി എന്നിട്ടുണ്ടാക്കി. പക്ഷെ സംഭവിച്ചത് നോക്കാമേ. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി. ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറേ പെറുക്കിയവന് കുറവും കണ്ടില്ല. ഉണ്ടാക്കി വന്നപ്പോൾ ഒരുപോലെ ഇരിക്കുന്നു. ഓരോരുത്തൻ താന്താനും ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിയിരുന്നു. നമ്മൾ ഈ മന്ന സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ കരുതി വെക്കുക എന്ന് പറയുന്നത് ദൈവം അതിൻ്റെ അർത്ഥം നാളത്തേക്ക് കരുതരുതെന്നല്ല കേട്ടോ. ഇത് ഒരു ആംഗിളിൽ നിന്ന് സംസാരിക്കുന്നതാണ്. യേശു കർത്താവ് തന്നെ പ്ലാനിങ്ങോടെ ജീവിക്കണമെന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിപ്പിക്കാൻ ദൈവവചനം ഓർക്കുന്നുണ്ട്. പക്ഷേ ഇത് പറയുന്നത് ദൈവം പറഞ്ഞിട്ടും അനുസരിക്കാതെ ഒരു വിചാരപ്പെടുന്ന സ്വഭാവത്തെക്കുറിച്ച്. മന്ന ഹോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടി വെക്കുക എന്ന് പറയുന്നത് അത് എന്താ പറയുന്നത്, ഒരു അവിശ്വാസമാണ് കാണിക്കുന്നത്, ഭയമാണ് കാണിക്കുന്നത് അല്ലേ. അപ്പം ഈ നമ്മൾ നാളത്തെക്കുറിച്ച് വിചാരപ്പെടുന്നതും ഇതുപോലെ തന്നെയാണ്.
മന്ന നമ്മൾ പിറ്റേ ദിവസത്തേക്ക് കരുതുന്ന പോലെയാണ്, അത് കൃമിക്കും നാറും. നമ്മുടെ ജീവിതത്തിന് അത് നല്ലതല്ല, വിചാരപ്പെടുന്നതും ആൻസൈറ്റിയും സ്ട്രെസ്സും ഒന്നും അല്ലേ. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഈ മരുഭൂമി യാത്ര ഞാൻ കാണിച്ചു തന്നു മാപ്പിലല്ലേ, 40 വർഷം മരുഭൂമി കൂടെ പോയപ്പം എല്ലാ ദിവസവും അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് നോക്കുമ്പോൾ തേള് വരും, ഇടയ്ക്ക് പാമ്പ്, ബുദ്ധിമുട്ടാണ്, വെള്ളമില്ല, ഇടയ്ക്ക് മഞ്ഞപ്പൊഴിയും, അല്ല എല്ലാ ദിവസവും മഞ്ഞ പൊഴിയും, പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കണം. അവർക്ക് കാലാവസ്ഥയുടെ ചൂട്, തണുപ്പ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു എന്നുള്ള സത്യമായിരിക്കുമ്പോൾ തന്നെ ദൈവം ഓരോ ദിവസവും അവരെ കരുതി എന്നുള്ളത് അല്ലേ. അവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, 40 വർഷം അവർ യാത്ര ചെയ്തപ്പം അവരുടെ ചെരുപ്പും തേഞ്ഞില്ല, അവരുടെ വസ്ത്രവും ജീർണിച്ചില്ല എന്നല്ലേ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ്റെ കരുണ തീർന്നി പോയിട്ടില്ല, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ അത് പുതിയതാണ്. ഒരു ദിവസത്തെ ഭാരവുമായിട്ട് അതൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ ഉറങ്ങിയെന്ന് വിചാരിച്ചു, പിറ്റേ ദിവസമാകുമ്പോൾ ദൈവത്തിൻ്റെ പുതിയ കരുണ ലഭിക്കും. അത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. അന്നത്തെ ദിവസം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത് ദൈവം നമുക്ക് തരും. പക്ഷെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിക്കാൻ പഠിക്കുക. ഓക്കെ, ഇന്ന് ജീവിക്കാൻ പഠിക്കുക. ലാസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്, ട്രസ്റ്റ് ഈസ് ദ റിതം. നമ്മുടെ ജീവിതത്തിൻ്റെ ഋതം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ദൈവത്തെ ആശ്രയിക്കുന്നതായിരിക്കണം. ഗ്യാദർ ടുഡേയ്സ് മന്ന, ഇന്നത്തേക്കുള്ള ജോലികൾ ചെയ്യുക, അത് കളക്ട് ചെയ്യുക, മന്ന കളക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അത് പൊടിച്ച് തിളപ്പിച്ച് അപ്പമൊക്കെ ആക്കി എടുക്കുക, വർക്ക് ചെയ്യുക. ദൈവം നമുക്ക് അതിനുള്ള സ്ട്രെങ്ത് തരും. റെസ്റ്റ് ടുഡേയ്സ് റെസ്റ്റ്, റെസ്റ്റ് ആവശ്യമുള്ളപ്പം റെസ്റ്റ് എടുക്കുക. ഇന്ന് മന്ന എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എടുക്കണ്ട. ഓക്കെ, ഫേസ് ടുഡേയ്സ് ട്രബിൾ, ഇന്ന് ചില പ്രശ്നം ഉണ്ടാകും, അതിലെ കൂടെ തേള് വരുമായിരിക്കും, പാമ്പ് വരുമായിരിക്കും, പക്ഷെ ദൈവം നടത്തും അല്ലേ. അതിനെ നമ്മൾ ഇന്നത്തെ പ്രശ്നങ്ങളെ ഇന്ന് നേരിടുക. ആൻഡ് ലെറ്റ് ഗോഡ് ഹാൻഡിൽ ടുമോറോ, ധൈര്യമായിട്ട് വിട്ടുകൊടുക്കുക, നാളെ ദൈവം നടത്തും. നാളത്തെ നാളെ നോക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ മുറ്റത്ത് കാണും. ദൈവനിവചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.